സോ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ദ ഈവൻ ആൻഡ് ഓഡ് പാർട്സ് ഓഫ് ദ സിഗ്നൽ യു ഓഫ് ടി. ഒരു യു ഓഫ് ടി എന്ന് പറഞ്ഞ സിഗ്നൽ എന്താണെന്ന് അറിയാം. ഈവൻ ആൻഡ് ഓഡ് പാർട്ട് ഓഫ് ദ സിഗ്നൽ യു ഓഫ് ടി യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണ്. അതെന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ആയിട്ട് പറയുന്നത് 1/2 ഈവൻ സിഗ്നൽ, അതേപോലെ തന്നെ 1/2 സിഗ്നം ഫംഗ്ഷൻ, ഓഡ് സിഗ്നൽ. ഓപ്ഷൻ ബി -1/2 സിഗ്നം ഫംഗ്ഷൻ. ഓപ്ഷൻ സി -1/2 സിഗ്നം ഫംഗ്ഷൻ. ഓപ്ഷൻ ഡി ആയിട്ട് നമുക്ക് പറയാം. -1/2 1/2 -1/2 1/2 ഇത് രണ്ടും -1/2 സിഗ്നം ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ യു ഓഫ് ടി എന്ന് പറയുന്നത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫിഗർ വരച്ചാൽ മതി. സിമ്പിൾ ആയിട്ടൊരു ഫിഗർ വരയ്ക്കുക ഇതിന്റെ. നമുക്കറിയാം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിഗർ വരുന്നത് എങ്ങനെയാ? ഈ രീതിയിലാണ്. ഇതാണ് നമ്മുടെ യു ഓഫ് ടി. നമുക്കറിയാം ഈവൻ പാർട്ട് ഓഫ് യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ വരേണ്ടത്? യു ഓഫ് ടി പ്ലസ് യു ഓഫ് മൈനസ് ടി ബൈ 2. ഓഡ് പാർട്ട് എന്ന് പറഞ്ഞാലോ യു ഓഫ് ടി മൈനസ് യു ഓഫ് മൈനസ് ടി ബൈ 2. ഇവിടെ യു ഓഫ് മൈനസ് ടിയും കൂടെ ചേർക്കുക. അപ്പൊ ഇതിൽ യു ഓഫ് മൈനസ് ടിയും കൂടെ വരയ്ക്കുക. യു ഓഫ് മൈനസ് ടി എന്ന് പറയുമ്പോൾ ടി വലത്തോട്ട്, മൈനസ് ടി ഇടത്തോട്ട്. സോ ഇത് +1 തന്നെയാണ്. ഇത് യു ഓഫ് ടി, ഇത് യു ഓഫ് മൈനസ് ടി. അപ്പൊ ഇത് യു ഓഫ് ടി ആണെങ്കിൽ ഇതെന്താണ്? യു ഓഫ് മൈനസ് ടി ആണ്. വലത്തോട്ട് വരച്ച യു ഓഫ് ടി ആണെങ്കിൽ ഇടത്തോട്ട് യു ഓഫ് മൈനസ് ടി. ടി ലെഫ്റ്റിലോട്ട് മാറി. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടി സം ആയിട്ട് എങ്ങനെ വരിക? ഇതിന്റെ രണ്ടിന്റെയും കൂടി സം എന്ന് പറഞ്ഞാൽ യു ഓഫ് ടി പ്ലസ് യു ഓഫ് മൈനസ് ടി. യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ അവിടെയും വരും, യു ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ അവിടെയും വരും. അപ്പൊ ഇതെന്താണ്? 1 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് ഇങ്ങനെ പോകുന്നത്. ഒരു ഡി സി നമ്മൾ ഇങ്ങനെ വരും, ഒരു കോൺസ്റ്റന്റ് 1 എന്ന് പറയുന്ന വാല്യൂ. പക്ഷേ ബൈ 2 കൂടെ ഉണ്ട്. ബൈ 2 എന്ന് പറയുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 എന്നുള്ള മാഗ്നിറ്റ്യൂഡ് എന്തായിട്ട് മാറും? 1/2 എന്നായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി താഴേക്ക് ഞാനിങ്ങനെ ഒരുമിച്ച് വരച്ചു തരും. അപ്പൊ ഇത് 1/2 ആണ്. അപ്പോൾ ഈവൻ പാർട്ട് എന്ന് പറയുന്നതിന്റെ എല്ലാത്തിലും ഏതൊക്കെ ഇതും 1/2 ആണ്. അപ്പൊ ഈവൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 1/2 ആണ് ഈവൻ പാർട്ട് എന്ന് കിട്ടി. ഇനി ഓഡ് പാർട്ടിന്റെ കാര്യം ശ്രദ്ധിക്കുക. ഓഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ യു ഓഫ് ടി മൈനസ് യു ഓഫ് മൈനസ് ടി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഈവൻ പാർട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. സോറി, യു ഓഫ് ടി ഇവിടെ വരച്ചിട്ടുണ്ട്, യു ഓഫ് മൈനസ് ടി വരച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ രണ്ടിനെയും കൂടെ ഓഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ യു ഓഫ് ടിയും യു ഓഫ് മൈനസ് ടിയും സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. യു ഓഫ് ടിയിൽ നിന്ന് യു ഓഫ് മൈനസ് ടി സബ്ട്രാക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ യു ഓഫ് ടി പ്ലസ് മൈനസ് യു ഓഫ് ടി എന്ന് എഴുതാം. ഈ സംഭവത്തിന് എങ്ങനെ എഴുതാം? യു ഓഫ് ടി പ്ലസ് മൈനസ് യു ഓഫ് മൈനസ് ടി എന്ന് എഴുതാം. ശരിയല്ലേ? ബൈ 2. മൈനസ് എന്നല്ലെങ്കിൽ പ്ലസ് മൈനസ് എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ഈ കേസിൽ എന്താ വരിക? ഈ കേസിൽ ഞാനിത് വായിക്കുകയാണ്, നേരത്തെ കേസ് വായിക്കുകയാണ്. യു ഓഫ് ടി യു ഓഫ് മൈനസ് ടി രണ്ടും കൂടെ ചേർത്താൽ 1 എന്ന് വരും. 1 എന്നുള്ള കോൺസ്റ്റന്റ് വാല്യൂ വരും. പക്ഷേ ബൈ 2, യു ഓഫ് ടി പ്ലസ് യു ഓഫ് മൈനസ് ടി ബൈ 2 ഉള്ളത് കൊണ്ട് ഒരു 1/2 എന്നുള്ള മാഗ്നിറ്റ്യൂഡാണ് വരിക. അപ്പൊ ഇത് തൽക്കാലം എന്ത് ചെയ്യാൻ പോവാണ്? മായ്ക്കാൻ പോവാണ് ഈവൻ നമുക്ക് കിട്ടിയത്. ഇനി ഓഡിന്റെ കാര്യം, ഇത് രണ്ടും ആഡ് ചെയ്യല്ല വേണ്ടത്. പകരം യു ഓഫ് ടിയും മൈനസ് യു ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ യു ഓഫ് ടി പ്ലസ് മൈനസ് യു ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ആരെയാണ്? യു ഓഫ് മൈനസ് ടി എന്ന് പറയുന്ന സംഭവത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യു ഓഫ് മൈനസ് ടി എന്ന് പറയുന്നതിന് മൈനസിനെയാണ് ആഡ് ചെയ്യേണ്ടത്. ഇത് യു ഓഫ് മൈനസ് ടി ആണ്. ഇതിന്റെ മൈനസ് എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഇതിന്റെ മൈനസ് എന്ന് പറഞ്ഞാൽ താഴെ വരും. ഇതിന്റെ മൈനസ്, ഇത് യു ഓഫ് മൈനസ് ടി ആ. മൈനസ് യു ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ശരി, നോക്കൂ. യു ഓഫ് ടിയും മൈനസ് യു ഓഫ് മൈനസ് ടിയും. ഇത് യു ഓഫ് ടി, ഇത് യു ഓഫ് മൈനസ് ടി. ആ യു ഓഫ് മൈനസ് ടി അല്ല ആഡ് ചെയ്യേണ്ടത്, മൈനസ് യു ഓഫ് മൈനസ്. അപ്പൊ താഴെ. അപ്പൊ ഈ സംഭവം ആഡ് ചെയ്യേണ്ടത്. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് യു ഓഫ് ടി ആണ്, ഇത് മൈനസ് യു ഓഫ് മൈനസ് ടി ആണ്. ഇങ്ങനെ ഉള്ള സാധനം നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതെന്താണ്? ഒരു സിഗ്നം ഫംഗ്ഷൻ ആണ്. ഇവിടെ 1
ഇവിടെ -1 സിഗ്നം ഫംഗ്ഷൻ. പക്ഷേ by2 എന്നുണ്ട്, അപ്പൊ 1 ഉള്ളത് എന്തായിട്ട് മാറും? 1/2 ആയിട്ട് മാറും. അപ്പോ സിഗ്നം ഫംഗ്ഷൻ ആയിരുന്നു, ആ സിഗ്നം ഫംഗ്ഷന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 പകരം 1/2 ആയി മാറി. അപ്പൊ സോ 1/2 സിഗ്നം ടി. അപ്പോ ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1/2 ഓഡ് പാർട്ട് എന്ന് പറയുന്നത് 1/2 സിഗ്നം ഓഫ് ടി. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ആണ് കാര്യം, നിങ്ങൾ ഒന്നുകൂടെ കേട്ടു നോക്കുക. ഒന്നുമില്ല, നമ്മൾ യു ഓഫ് ടി യു ഓഫ് മൈനസ് ടി ഒക്കെ വരക്കാൻ പഠിച്ചാൽ മതി. യു ഓഫ് ടി എന്ന് പറയുന്നത് ഇതാണ് യു ഓഫ് ടി, നമുക്കറിയാം. യു ഓഫ് മൈനസ് ടി, ടി എന്ന് പറഞ്ഞാൽ വലത്തോട്ടാ, മൈനസ് ടി പറഞ്ഞാൽ ഇടത്തോട്ടാ, അപ്പൊ നേരെ ഇടത്തോട്ട് വരച്ചു കഴിഞ്ഞാൽ യു ഓഫ് മൈനസ് ടി എന്ന് വരും. ഇനി യു ഓഫ് മൈനസ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ മുകളിലേക്കാണ്, യു ഓഫ് മൈനസ് ടി താഴേക്കാകുമ്പോൾ അത് വൈ ആക്സിസ് ഉള്ള ഫംഗ്ഷൻ ആണ് യു ഓഫ് ടി. അപ്പൊ യു ഓഫ് ടി മുകളിലേക്ക് യു ഓഫ് ടി, താഴേക്ക് വരികയാണെങ്കിൽ യു ഓഫ് മൈനസ് യു ഓഫ് ടി. അതേപോലെ ഇപ്പുറത്തുള്ള ഫംഗ്ഷൻ യു ഓഫ് മൈനസ് ടി ആണ്, അത് ഇവിടെ താഴെ വരയ്ക്കുകയാണെങ്കിൽ മൈനസ് യു ഓഫ് മൈനസ് ടി. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അതേപോലെ സിഗ്നം ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ മാഗ്നിറ്റ്യൂഡ് സാധാരണഗതിയിൽ 1 യു ഓഫ് ടിക്കും സിഗ്നം ഫംഗ്ഷൻ എല്ലാം തന്നെ. പക്ഷേ ഇവിടെ by2 ഉള്ളത് കൊണ്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1/2 ആയിട്ട് മാറും. അതെന്ത് ചെയ്യുക? നമ്മൾ അതിന്റെ മുമ്പിൽ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ രീതിയിലും ചിന്തിക്കാം. സിഗ്നം ഫംഗ്ഷൻ എന്താണെന്ന് അറിയുന്ന, അതിന്റെ ഇക്വേഷൻ അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ യു ഓഫ് ടി മൈനസ് യു ഓഫ് മൈനസ് ടി എന്ന് എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വേണ്ട ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഓഫ് ടി മൈനസ് യു ഓഫ് മൈനസ് ടി by2 ആണ്. അപ്പൊ ഇതിന് by2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും by2 ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 1/2 സൈൻ ടി എന്നുള്ളത് സിഗ്നം ഓഫ് ടി എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ അത് അറിയുന്ന ആൾക്കാർക്ക് അതും ചെയ്യാം. അതിന്റെ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ആ ഫിഗർ വരച്ചിട്ട് അറിയുന്നവർക്ക് അതും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് റാൻഡം ആൻഡ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ നോക്കുക, റാൻഡം ആൻഡ് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ. റാൻഡം സിഗ്നൽ, ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ. എന്താണ് റാൻഡം സിഗ്നൽ? റാൻഡം സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റാൻഡം ആയിട്ടാണ്, നമുക്കത് ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആദ്യം നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം പറയാൻ എളുപ്പമാവും. ഓക്കെ, ഇവിടെ പറയാം ഔട്ട്പുട്ട് ക്യാൻ ബി ഡിറ്റർമൈൻഡ്. നമുക്ക് ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ നമുക്ക് ഔട്ട്പുട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഔട്ട്പുട്ട് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഓർ എസ്റ്റിമേറ്റഡ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം, ഏതൊരു ഇൻസ്റ്റന്റിലും നമുക്ക് ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ പറ്റും? എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽസും നമുക്ക് വേണമെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഫോമുല അതുകൊണ്ട് തന്നെ എഴുതാൻ പറ്റും. കാരണം എന്താ? അത് ഡിറ്റർമിനിസ്റ്റിക് ആണ്, നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കാൽക്കുലേറ്റ് നേരത്തെ തന്നെ പറഞ്ഞു വെക്കാൻ പറ്റും. അടുത്ത ഇന്ന സമയത്ത് ഈ സിഗ്നൽ ഏതായിരിക്കും, ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും, ഇങ്ങനെ ആ സിഗ്നലിന്റെ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിന് ജനറൽ ആയിട്ട് എന്ത് ചെയ്യാം? ഒരു മാത്തമാറ്റിക്കൽ ഫോം വെച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പോസിബിൾ ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. അപ്പൊ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നലിനെ സംബന്ധിച്ചിടത്തോളം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽസിനെയും നമുക്കൊരു ഒരു ഏതെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഫോമിൽ, ഓരോ മാത്തമാറ്റിക്കൽ ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് x of t is equal to t² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അപ്പൊ അതൊരു ഡിറ്റർമിനിസ്റ്റിക് സിഗ്നലിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ഈ രീതിയിൽ. ഇനി റാൻഡം സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. റാൻഡം എന്ന് പറഞ്ഞാൽ മറ്റേ നേരെ ഓപ്പോസിറ്റ് അൺഡിറ്റർമിനിസ്റ്റിക്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് ഡിറ്റർമിനിസ്റ്റിക് അല്ല, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് റാൻഡം സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇതിന് എക്സാമ്പിൾ ആണ് നോയ്സ്. നോയ്സ് എത്ര നോയ്സ് അടുത്തതിൽ വരും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നോയ്സ് എന്ന് പറയുന്നത് ഒരു അൺഡിറ്റർമിനിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ റാൻഡം സിഗ്നൽ ആണ്. ഇനി വേറെ ഇവിടെ നോട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ വൈറ്റ് ഗോഷ്യൻ നോയ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. വൈറ്റ് ഗോസ് കേട്ടില്ലേ? ഗോഷ്യൻ നോയ്സ്. ഈ നോയ്സ് ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ നോയ്സ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? അത് റാൻഡം ആണെന്ന് വിചാരിക്കും. നോയ്സ് മാത്രം കേൾക്കുന്നത് വൈറ്റ് ഗോഷ്യൻ നോയ്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ ആണ്. അതെന്തല്ല? റാൻഡം സിഗ്നൽ അല്ല. ഇറ്റ് ഈസ് എ ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ, നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വൈറ്റ് ഗോഷ്യൻ നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിറ്റർമിനിസ്റ്റിക് സിഗ്നൽ ആണ്. സാധാരണ നോയ്സ് എന്ന് പറഞ്ഞാലോ
സാധാരണ നോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റാൻഡം സിഗ്നലാണ് എന്നുള്ളത് ഈ കൂട്ടത്തിൽ ഓർത്തു വയ്ക്കും. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽസ് ആണ്. കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽസ് ആണ് അടുത്തതായിട്ട് പറയാനുള്ളത്. എന്താണ് കോസൽ സിഗ്നൽ, എന്താണ് നോൺ കോസൽ സിഗ്നൽ എന്നുള്ളത് നോക്കുക. കോസൽ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് റെസ്പോൺസ് ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ എത്രയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയം കഴിഞ്ഞിട്ടാണ് അത് ആ ഒരു സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരു പ്രത്യേക സമയം കഴിഞ്ഞിട്ടാണ് ഒരു ഔട്ട്പുട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതൊരു കോസൽ സിഗ്നൽ ആണ് എന്നുള്ളത്. ഒരു പ്രീ ഡിറ്റർമൈൻഡ് ടൈം ഉണ്ട്, ഒരു പ്രത്യേക ടൈം ഉണ്ട്, നമുക്കറിയാവുന്ന ഒരു ടൈം ഉണ്ട്. ആ ടൈമിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക എന്താണ് കോസൽ സിഗ്നൽ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എഴുതാം. എനി സിഗ്നൽ, ഏതൊരു സിഗ്നലിനെയും നമുക്ക് പറയാം ഹുസ് ഔട്ട്പുട്ട് റെസ്പോൺസ്, അതിന്റെ ഔട്ട്പുട്ട് റെസ്പോൺസ് എങ്ങനെയുള്ളതായിരിക്കണം, സ്റ്റാർട്ട്സ് ആഫ്റ്റർ എ പ്രീഡിറ്റർമിനിസ്റ്റിക് അല്ലെങ്കിൽ പ്രീഡിറ്റർമൈൻഡ് ടൈം. ഒരു പ്രത്യേക നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ച ഒരു സമയം, ഒരു ടൈം പീരീഡ്, ആ ടൈം പീരീഡിന് ശേഷം ആണ് ഇതിന്റെ ഔട്ട്പുട്ട് റെസ്പോൺസ്, ഈ സിഗ്നലിന്റെ ഔട്ട്പുട്ട് റെസ്പോൺസ് സ്റ്റാർട്ട്. ഇപ്പൊ നമുക്കിങ്ങനെ പറയാം ടി ഗ്രേറ്റർ ദാൻ 0. കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണെങ്കിൽ നമ്മൾ ടി പറയും, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെങ്കിൽ നമ്മൾ എൻ പറയും. എൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ പോയിന്റും കൂടെ ഉൾപ്പെടും, എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇപ്പൊ നമ്മൾ ഇവിടെ പറയാണ് 0ക്ക് ശേഷമുള്ളത്, 0ക്ക് ശേഷമുള്ള ടി എന്ന് പറയുന്ന സമയം 0 ആവുന്നതിന് ശേഷമുള്ള എല്ലാ സിഗ്നൽസിനെയും നമ്മൾ കോസലാണെന്ന് പറയും. 0ക്ക് മുമ്പുള്ളത് ബാക്കിയെല്ലാം തന്നെ നമുക്ക് എന്ത് പറയാം, അപ്പൊ 0ക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മാത്രം നമുക്ക് എന്ത് പറയാം, കോസൽ സിഗ്നൽ. ബാക്കിയുള്ളതെല്ലാം എന്താണ്, നോൺ കോസൽ ആണ്. അപ്പൊ കോസൽ മാത്രം എഴുതി, ഓൾ ദ അതർ സിഗ്നൽസ് ആർ നോൺ കോസൽ. ഇനി ഇവിടെ നമ്മൾ 2-3 നോട്ട് ശ്രദ്ധിക്കണം. എന്താ നോട്ട്? നമുക്ക് ചില സിഗ്നലുകൾ, ഇപ്പൊ നമ്മളിങ്ങനെ ഇതേപോലെ ഒരു ഗ്രാഫ് എന്തെങ്കിലും വരയ്ക്കുകയാണെങ്കിൽ ചില സിഗ്നൽ ഇതിന്റെ റൈറ്റ് സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ചില സിഗ്നൽ 2 സൈഡിലും ഉണ്ടാവും, ചില സിഗ്നൽ ലെഫ്റ്റ് സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള സിഗ്നൽസ് ഏത് സൈഡിലാണെന്ന് നോക്കുക. റൈറ്റ് സൈഡ് മാത്രമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് കോസൽ സിഗ്നൽസ് ആണ്. അപ്പൊ റൈറ്റ് സൈഡഡ് സിഗ്നൽസ് എല്ലാം തന്നെയും എന്താണ്, റൈറ്റ് സൈഡഡ് സിഗ്നൽസ്, അത് കോസൽ സിഗ്നലാണ്. റൈറ്റ് സൈഡഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കോസൽ സിഗ്നലാണ്. ഇനിയിപ്പോ 2 സൈഡഡ് സിഗ്നൽസ് ഉണ്ട്, 2 സൈഡിലും കാണും. 2 സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ നോൺ കോസൽ ആണ്. ഇനി ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽസ്, ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ നോൺ കോസൽ ആണ്. വേണമെങ്കിൽ നമുക്ക് അതിന് മറ്റൊരു പേരും കൂടെ വിളിക്കാം, ആന്റി കോസൽ എന്ന് വിളിക്കാം. കാരണം എന്താ, കോസലിന്റെ നേരെ ഓപ്പോസിറ്റ് ആന്റി ആണ്. കാരണം കോസൽ റൈറ്റ് സൈഡ് ആണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡ്. അപ്പൊ ലെഫ്റ്റ് സൈഡഡ് സിഗ്നലും 2 സൈഡഡ് സിഗ്നലും എന്താണ്, ആന്റി കോസൽ ആണ്, നോൺ കോസൽ ആണ്. അതിൽ തന്നെ ലെഫ്റ്റ് സൈഡറിനെ വേണമെങ്കിൽ ആന്റി കോസൽ എന്ന് വിളിക്കാം, കാരണം കോസലിന്റെ നേരെ ഓപ്പോസിറ്റ്. കോസൽ എന്നപ്പോഴാണ് പറയാ, റൈറ്റ് സൈഡ് സിഗ്നൽ ആകുമ്പോൾ മാത്രമാണ് പറയുക. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് എന്താ, മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്താണ് കോസൽ, എന്താണ് നോൺ കോസൽ നമ്മൾ മനസ്സിലാക്കി. ഒരു പ്രീഡിറ്റർമൈൻഡ് ടൈം ഉണ്ട്, ആ ടൈം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന സിഗ്നൽ ഔട്ട്പുട്ട് ആ ടൈം കഴിഞ്ഞ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് കോസൽ സിഗ്നൽ, ബാക്കി എല്ലാം തന്നെയും നോൺ കോസൽ ആണ്. നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു. ഇപ്പോ സാധാരണ നമ്മൾ പറയും 0 എന്ന് പറയുന്ന ഒരു ടൈം വെച്ചിട്ട് ആ ടൈമിന് മുകളിലാണെങ്കിൽ എല്ലാം, അഥവാ നമ്മുടെ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിന്റെ റൈറ്റ് സൈഡിൽ ഉള്ള സിഗ്നൽസ് എല്ലാം തന്നെ നമുക്ക് പറയാം കോസലാണ്. ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ 2 സൈഡിലും ഉള്ളതിന് നമുക്ക് പറയാം നോൺ കോസലാണ്. ലെഫ്റ്റ് സൈഡ് മാത്രമായിട്ടുള്ളതിന് നമുക്ക് വേണമെങ്കിൽ ആന്റി കോസൽ എന്ന് പറയാം, കാരണം കോസലിന് നേരെ ഓപ്പോസിറ്റ്. കോസൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലാ, അപ്പൊ ലെഫ്റ്റ് സൈഡിന് ആന്റി കോസൽ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ് ചെയ്തു നോക്കാം.
അപ്പൊ ഞാനിവിടെ കുറച്ച് സിഗ്നൽസ് എഴുതാൻ പോവാണ്. ആ സിഗ്നൽസ് കോസലാണോ അല്ലെങ്കിൽ നോൺ കോസൽ അല്ല ആന്റി കോസൽ പ്രത്യേകമാണോ എന്നൊക്കെ പറയാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 2t സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി പ്ലസ് 2 മൈനസ് യു ഓഫ് ടി മൈനസ് 2. ഈ സിഗ്നൽ കോസലാണോ നോൺ കോസലാണോ എന്ന് പറയണം. നമ്മൾ ഈ സിഗ്നലിന്റെ ഇതെന്തിനെ ഈ സംഭവമാണ് നമ്മൾ മെയിനായിട്ട് തീരുമാനിക്കുന്നത് എന്താണെന്നുള്ളത്, ഈ ഒരു സംഭവം. കാരണം എന്താ, ടി സ്ക്വയറിന് വലിയ റോളൊന്നുമില്ല. യു ഓഫ് ടി പ്ലസ് യു ഓഫ് ടി മൈനസ് 2 എന്നുള്ളതാണ് വലത്ത് വശത്തോ ഇടത് വശത്തോ തീരുമാനിക്കുക. സാധാരണ വെറും യു ഓഫ് ടി ആണെങ്കിൽ ഇപ്പോൾ ഒരു സിഗ്നല് e⁻²t എന്ന് പറഞ്ഞ സിഗ്നൽ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇൻറ്റു യു ഓഫ് ടി എന്നും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിലുള്ള മൊത്തം ക്യാൻസലായി റൈറ്റ് സൈഡിലുള്ള മാത്രമാവും. നമ്മൾ നേരത്തെ ബൗണ്ടഡ് അൺബൗണ്ടഡ് ഒക്കെ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റൈറ്റ് സൈഡിൽ മാത്രം ഉണ്ടാവും. യു ഓഫ് മൈനസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ മാത്രം ഉണ്ടാവും. ഇതേപോലെ ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, യു ഓഫ് ടി പ്ലസ് 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ആദ്യം അതിന്റെ ഗ്രാഫ് എന്താണെന്ന് വരച്ചു നോക്കണം. എന്താ ഇപ്പോൾ യു ഓഫ് ടി പ്ലസ് 2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ. യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. യു ഓഫ് ടി പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ഈ യു ഓഫ് ടിയിലേക്ക് ഒരു 2 ആഡ് ചെയ്യാം. ഇവിടെ -1 -2 2 ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് 2 ആഡ് ചെയ്യും. അപ്പോൾ ഈ കാണുന്ന സംഭവമാണ് യു ഓഫ് ടി പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി യു ഓഫ് ടി മൈനസ് 2 ഉണ്ട്. എന്താ യു ഓഫ് ടി മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്കറിയാം ഇതാണ് യു ഓഫ് ടി. ആ യു ഓഫ് ടിയിൽ നിന്ന് 2 കുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2. അപ്പൊ ഇതിൽ നിന്ന് 2 കുറക്കാൻ എവിടെ വരും, ഇവിടെ വരും, ഇവിടെ ഘട്ടം. അപ്പോ യു ഓഫ് ടി പ്ലസ് 2 എന്ന് പറയുന്ന ഇതിൽ നിന്ന് യു ഓഫ് ടി മൈനസ് 2 എന്ന് പറയുന്ന ഇത് കുറച്ചാൽ ബാക്കി ഇതുണ്ടാവുള്ളൂ, ഇത്രയും പോർഷൻ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ -2 മുതൽ 2 വരെ, -2 മുതൽ 2 വരെ ഈ ഒരു സിഗ്നൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡും ഉണ്ട് റൈറ്റ് സൈഡും ഉണ്ട്. നമുക്ക് പറയാം തീർച്ചയായിട്ടും ഇതൊരു നോൺ കോസൽ സിഗ്നൽ ആണ്. ഓക്കെ, അടുത്ത ഇക്വേഷൻ, അടുത്ത ചോദ്യം, എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ cos pi n into u of 1 minus n ഈ ഒരു സിഗ്നൽ കോസലാണോ നോൺ കോസലാണോ ആന്റി കോസലാണോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഫിഗർ വരച്ചു നോക്കുക, ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യു ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താ, യു ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ. ഇതിൽ പറഞ്ഞത് 1 മൈനസ് എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, യു ഓഫ് മൈനസ് എൻ പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ. ഇത് യു ഓഫ് എൻ ആണ്. അപ്പൊ യു ഓഫ് മൈനസ് എൻ എന്ന് പറഞ്ഞാലോ, യു ഓഫ് മൈനസ് എൻ ഇനി പറയുന്നതാണ് ഏതാ, അപ്പൊ ഇത് വേണ്ട, നമുക്ക് യു ഓഫ് മൈനസ് എൻ മതി, ഇങ്ങനെ ഇങ്ങോട്ട്. അപ്പൊ ഇതാണ് യു ഓഫ് മൈനസ് എൻ. പിന്നെ ഒരു പ്ലസ് 1 ഉണ്ട്. പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഏതും കൂടെ വരും, വെറുതെ 1. അപ്പൊ ഈ കാണുന്ന മൊത്തമാണ് യു ഓഫ് മൈനസ് എൻ പ്ലസ് 1 അല്ലെങ്കിൽ യു ഓഫ് 1 മൈനസ് എൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇവിടെ ഈ 1 വരെ എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് നീണ്ടു കിടക്കുന്നുണ്ട്, ശരിയല്ലേ. അപ്പൊ ഇത് പറയുന്നത് എന്താ, മൈനസ് ഇൻഫിനിറ്റി മുതൽ അപ്പുറത്തുള്ള പ്ലസ് പോസിറ്റീവ് 1 വരെ രണ്ട് സൈഡിലും ഉണ്ട്. അതുകൊണ്ട് ഇത് എന്താണ്, നോൺ കോസലാണ് എന്ന് പറയാം. അപ്പൊ ഈ സിഗ്നലും നോൺ കോസലാണ്. അടുത്ത സിഗ്നൽ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു e⁻⁴t² into u of t minus 2 minus u of t minus 3. ഈ ഒരു സിഗ്നലിന് കോസലാണോ നോൺ കോസലാണോ ആന്റി കോസലാണോ എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. നമുക്കറിയാം ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഗ്രാഫ് വരച്ചു നോക്കുക സിമ്പിൾ ആയിട്ട്. ഇതാണ് നമ്മുടെ ഡിറ്റർമിനിങ് ഫാക്ടർ എന്ന് പറയുന്നത്. യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതാണ് യു ഓഫ് ടി. യു ഓഫ് ടി മൈനസ് 2, യു ഓഫ് ടിയിൽ നിന്ന് 2 കുറച്ചു. 2 കുറക്കുക എന്ന് പറഞ്ഞാൽ 1 2, രണ്ടെണ്ണം കുറച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഇതങ്ങനെ പോകും ഇൻഫിനിറ്റി വരെ.
അതിൽ നിന്ന് എന്ത് കുറക്കണം? ഈ പറഞ്ഞ ഈ സിഗ്നലിൽ നിന്ന് യു ഓഫ് ടി മൈനസ് 3 കുറക്കണം. യു ഓഫ് ടി മൈനസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഓഫ് ടിയിൽ നിന്ന് യു ഓഫ് ടി ആണ് ഇവിടെ വരെ ഉണ്ട്. യു ഓഫ് ടിയിൽ നിന്ന് 3 കുറച്ചത് എന്ന് പറഞ്ഞാൽ 3 പോർഷൻ. അപ്പൊ നമുക്ക് ഇത് മാത്രമേ വരുള്ളൂ, അതിന്റെ ഇടയിലുള്ള ഈ പോർഷൻ മാത്രം കിട്ടും എന്ന് പറഞ്ഞാൽ 2 മുതൽ 3 വരെയുള്ള പോർഷൻ. അപ്പൊ നമുക്ക് പറയാം ഇത് പ്യൂർലി ഒരു റൈറ്റ് സൈഡഡ് സിഗ്നലാണ്. പ്യൂർലി ഒരു റൈറ്റ് സൈഡഡ് സിഗ്നൽ ആയതുകൊണ്ട് അല്ലെ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇത്രയും പോർഷൻ കട്ടായി പോയി. അതായത് ഈ 2 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള പോർഷനിൽ നിന്ന് 3 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള പോർഷൻ കുറച്ചു കഴിഞ്ഞാൽ 2 മുതൽ 3 വരെയുള്ള പോർഷന് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണ്. ഇതൊരു റൈറ്റ് സൈഡഡ് മാത്രമുള്ള സിഗ്നലാണ്. അതുകൊണ്ട് കോസൽ സിഗ്നൽ ആണെന്ന് പറയാം. അടുത്ത ചോദ്യം ഒന്ന് നോക്കുക. എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി ഇൻറ്റു യു ഓഫ് -2 - n. ഇത് എന്ത് സിഗ്നലാണ്? കോസലാണോ നോൺ കോസലാണോ ആന്റി കോസലാണോ എന്നുള്ളതാണ് ഡിറ്റർമിനിങ് ഫാക്ടർ. നമ്മൾ വരയ്ക്കുക. ഇവിടെ ഈ യു ഓഫ് -n -2 എന്ന് എഴുതിക്കൂടെ? എഴുതാം. യു ഓഫ് -n എന്ന് പറഞ്ഞാൽ ഏതാ? ഇതാണ് യു ഓഫ് -n. അതിൽ നിന്ന് 2 കുറച്ചു, -1 യു ഓഫ് -n നിന്ന് 2 കുറക്കുക പറഞ്ഞാൽ എന്താ? എണ്ണം കുറച്ച് ഇവിടെ വരെ വരുള്ളൂ എന്ന് പറഞ്ഞാൽ -∞ മുതൽ -2 വരെയാണ്. പ്യൂർലി ഒരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ദിസ് ഇസ് ആൻ ആന്റി കോസൽ സിഗ്നൽ. കാരണം പ്യൂർലി ലെഫ്റ്റ് സൈഡഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഈ ആദ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റണം. യു ഓഫ് -2 - n എന്നൊക്കെ പറഞ്ഞാൽ യു ഓഫ് -n -2 എന്ന് എഴുതുക. എന്നിട്ട് യു ഓഫ് -n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ നിന്ന് ഇവിടെ -2, യു ഓഫ് -l നിന്ന് 2 കുറക്കുക. യു ഓഫ് -n എന്ന് പറഞ്ഞാൽ അങ്ങനെ യു ഓഫ് -n നിന്ന് 2 കുറക്കുമ്പോൾ 1 2 ഈ 2 കുറച്ചു കഴിഞ്ഞാൽ ബാക്കി ഇത്രയും കിട്ടും. സോ -∞ to -2. അടുത്ത ചോദ്യമാണ് എക്സ് ഓഫ് n ഇസ് ഈക്വൽ ടു n² ഡെൽറ്റ ഓഫ് n -1/2. ഈ സിഗ്നൽ എന്താണ് എന്നുള്ളതാണ്. ഈ സിഗ്നൽ ഒരു കോസലാണോ ആന്റി കോസലാണോ നോൺ കോസലാണോ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇവിടെയുള്ള ഡെൽറ്റ ഓഫ് ഇവിടെ ഇമ്പൾസ് സിഗ്നലാണ് തന്നിട്ടുള്ളത് അല്ലെ. സോ ഇവിടെ n ഇസ് ഈക്വൽ ടു 1/2 എന്ന് പറയുന്ന പോയിന്റിലാണ് ആ ഇമ്പൾസ് സിഗ്നൽ ഉള്ളത്. 1/2 എന്ന് പറയുന്ന പോയിന്റ് 0.5 ഇത് 1 2 അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ 1/2 എന്തുള്ളത്? ഇമ്പൾസ് സിഗ്നൽ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണ് എന്ന് പറഞ്ഞാൽ ഇതൊരു കോസൽ സിഗ്നൽ ആണെന്ന് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു കോസ് പൈ പ്ലസ് യു ഓഫ് ടി. കോസ് പൈ പ്ലസ് യു ഓഫ് ടി. കോസ് പൈ എന്ന് പറഞ്ഞാൽ -1. അപ്പോട്ടെ, യു ഓഫ് ടി ആണ് നമ്മുടെ ഡിറ്റർമിനിങ് ഫാക്ടർ. യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൈറ്റ് സൈഡ് ആണ്. സോ ദിസ് ഇസ് പ്യൂർലി റൈറ്റ് സൈഡഡ് സിഗ്നൽ. Therefore ഇറ്റ്സ് എ കോസൽ സിഗ്നൽ. കോസലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എങ്ങനെയാ വരിക? അത് കോസലാണോ നോൺ കോസലാണോ ആന്റി കോസലാണോ തിരിച്ചറിയണമെങ്കിൽ റൈറ്റ് സൈഡഡ് സിഗ്നൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, റൈറ്റ് സൈഡിൽ മാത്രമേ ആവാൻ പാടുള്ളൂ. അപ്പൊ റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അതെന്താണ്? അതൊരു കോസൽ സിഗ്നൽ ആണെന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾസിൽ കോസലും നോൺ കോസൽ തന്നെ ആന്റി കോസൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. മനസ്സിലാക്കുക. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എനർജി ആൻഡ് പവർ സിഗ്നൽസ് ക്ലാസിഫിക്കേഷൻ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമറിക്കൽസ് കഴിഞ്ഞാൽ സിഗ്നൽസിന്റെ ക്ലാസിഫിക്കേഷൻ ഏറെക്കുറെ കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും കൂടെ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പവറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പിന്നീട് സിസ്റ്റംസ്, ഇതേപോലെ സിഗ്നൽസ് ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ സിസ്റ്റംസ്. അപ്പൊ സിസ്റ്റംസിന്റെയും ഇതിനൊക്കെ ചോദിക്കാറുണ്ട്. കോസൽ സിസ്റ്റം, പിന്നെ ടൈം ഇൻവയറിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് ഓരോ സംഭവങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, താങ്ക് യു.